ഹലോ ഗായ്സ്, ഇന്ന് വൈകിട്ടുണ്ടാക്കിയ ചെറിയൊരു ഡിഷ് കണ്ടാലോ? ഡിഷ് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയാം. ആദ്യം തന്നെ ഞാൻ ദേ ഒരു ചട്ടി വെച്ച് കത്തിച്ചിട്ടുണ്ട് കേട്ടാ. അതിലേക്ക് ഒരു പൊടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഒഴിച്ചോളൂ കേട്ടാ. പിന്നെ ഇവിടെ സേമിയോ മുന്നേ തുടങ്ങിയിരുന്നതാ, വെറുതെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ ആ ചേട്ടനെ കൊണ്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിച്ചിട്ടാ. എന്നിട്ട് അതിങ്ങനെ നീ നെയ്യിൽ വറുത്തെടുക്കണം. കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി, കുറേ നേരിട്ട് ഇങ്ങനെ വറുക്കൊന്നും വേണ്ട കേട്ടാ. ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശ പരിവാവും കേട്ടാ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നോക്കാം. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. എൻ്റെ അളവാണ്, ഏകദേശം ഒരു അളവ് വെച്ച് നമ്മളോട് കുറച്ച് ഒഴിക്കുക വെള്ളം. ഞാൻ അതുപോലെ ഇങ്ങനെ ദേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കണം. ഒരു 5-6 മിനിറ്റ് തിളച്ചാൽ മതിയാവും കേട്ടോ. ഇത് സേമിയ നശിച്ചു പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാട്ടോ. പായസം ഉണ്ടാക്കിയാലും കുടിച്ചോളും, എന്നാലും വെറൈറ്റിക്ക് പിടിച്ചതാണ് കേട്ടോ. അതിന് വേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, അതുപോലെ തക്കാളി ഇല്ല, സോറി, സബോള, പയറരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബീൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പയറരിഞ്ഞത് കേട്ടോ. പിന്നെ സോസുകളാണ് നമ്മുടെ ടൊമാറ്റോ സോസും സോയാ സോസും ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാൻ അത് എടുത്ത് ഊറ്റി വെച്ചു കേട്ടോ. ഊറ്റി വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിക്കണം, കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതിലേക്ക് ഒരു പൊടി നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും ചട്ടി കത്തിച്ചിട്ട് സബോളയും ഈ ക്യാരറ്റും അതുപോലെ തന്നെ ഈ പയറും കൂടിയിട്ട് നന്നായി വാട്ടിയെടുക്കാം. നല്ല പോലെ വാടണം കേട്ടാ. ഒരു പച്ചപ്പ് വിടുന്ന വരെ വാടിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് വാടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരും കഴിക്കാറില്ല, അതുകൊണ്ട് നല്ല പോലെ പച്ചപ്പൊക്കെ വിട്ട് ഒരു വേവ് പരിവാകുമ്പോഴേ ഞങ്ങൾ എന്തും ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ വേവിച്ചിട്ട് കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം, കാരണം ഞാൻ കുരുമുളക് പൊടി ഇട്ടത് നല്ലതൊന്നും കൂടിപ്പോയി, കുറച്ചിടുന്നിടത്ത് കുറേ ഇട്ട് പോയി. അതുകൊണ്ട് ഉണ്ണികൾക്ക് അത്ര കഴിക്കാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടു, സോസൊക്കെ ഒഴിക്കുന്ന സാധനമായതുകൊണ്ട് ഇഷ്ടമാണ്, പക്ഷേ ഇത് ഇത്തിരി പൊടിക്ക് കൂടിപ്പോയി. അതിന് ശേഷം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു കേട്ടാ. അതും നല്ലപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം സോയാ സോസ് ഒഴിക്കുമ്പോഴും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അത് കേട്ടാ. അതൊഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം. കുറച്ചൊഴിച്ചാൽ മതിയായിരുന്നു, ഞാൻ കുറച്ചധികമായി പോയി ഒഴിച്ചത്. ഇത് രണ്ടും എൻ്റെ കൂടിപ്പോയോണ്ട് അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ. പക്ഷെ ഞാൻ തന്നെ തിന്ന് തീർത്തു വന്നിട്ട് വേറെ ആരും കഴിച്ചില്ല. ഉണ്ണികൾ കുറച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു എന്നല്ലാണ്ട് അവരങ്ങനെ കഴിച്ചൊന്നുമില്ല. അതിന് ശേഷം ഞാൻ ഈ സംഭവം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മുടെ വെർമിസെല്ലി ഊറ്റി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അട പോലെ ആയാ, പക്ഷേ ആളെ ഇങ്ങനെ ചിക്കിയൊക്കെ വന്നപ്പോൾ ഉഷാറായിട്ടുണ്ട് കേട്ടാ. നല്ല വിട്ട് വിട്ട് കിടന്നിരുന്നു കേട്ടാ, കാരണം അതിൽ നെയ്യൊക്കെ ഒടിച്ചതുകൊണ്ട് വിട്ട് വിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതേ സംഭവം ഇങ്ങനെ ആക്കി റെഡി ആയിട്ടുണ്ട്. ഉണ്ണികളും കുറച്ച് വെച്ച് ഞാനും കഴിച്ചു. പക്ഷെ ഞാൻ വല്ലാണ്ട് റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഒരു പ്രാവശ്യം കഴിക്കാന്നല്ലാണ്ട് എപ്പോഴും കഴിക്കാനുള്ള ടേസ്റ്റ് ഒന്നും